ഞാൻ ആ ഇഴവ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് തന്നെ. എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ബോർഡിൽ എല്ലാവരും കൂടി എന്നെയാണ് പറഞ്ഞു വിട്ടത്. അതുവരെ ഇതിൽ നിൽക്കണമെന്നൊന്നും പറഞ്ഞപ്പോൾ ഞാൻ തയ്യാറായില്ല. ഇവരെല്ലാം കൂടെ ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കാം, തിരഞ്ഞെടുപ്പൊന്നുമില്ല. അങ്ങനെ ബോർഡിൽ ഞാൻ വരികയും SNDP യോഗത്തിൻ്റെ കൗൺസിൽ അംഗമായി ഞാൻ പ്രവർത്തിച്ച ആളാണ്. അന്ന് നമ്മുടെ ഗോവിന്ദൻ വക്കീലാണ് ജനറൽ സെക്രട്ടറി. കൗൺസിൽ അംഗമായിട്ട് ഞാൻ പ്രവർത്തിച്ചു. നവതി ആഘോഷമൊക്കെ നടക്കുന്നതാണ് ഞങ്ങളുടെയൊക്കെ നേതൃത്വത്തിലാണ് നടന്നത്. അപ്പം ഞാൻ പറഞ്ഞത് SNDP യോഗവുമായിട്ട് ഒരു ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതുകൊണ്ട് ഞാൻ കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് SNDP യോഗവുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറയാൻ ഞാനില്ല. അത് ബന്ധമുള്ളത് തന്നെ. പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞത് ഒരു സത്യമല്ലേ? ഈഴവർ അന്യം നിൽക്കുകയാണ് കോൺഗ്രസിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. ആയിക്കോട്ടെ. സാറും അദ്ദേഹമായിട്ടുള്ള ബന്ധം നല്ല ബന്ധമാണ്, ഒരു കുഴപ്പമില്ലാത്ത ബന്ധമുണ്ട്. പണ്ട് വളരെ വിമർശിക്കുകയൊക്കെ. അദ്ദേഹം പിന്നെ സമയാസമയങ്ങളിൽ എന്നെ മാത്രമല്ല പല ആളുകളെയും വിമർശിക്കാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. അദ്ദേഹം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹം പലതും വിമർശിക്കും. അതിപ്പോൾ എന്നെ ഉദ്ദേശിച്ചാണ് എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ അതിനുശേഷവും പലവട്ടം ഇന്നും ഇന്നലെയൊന്നുമല്ല പല പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ പോയി കണ്ടു, ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അദ്ദേഹം ആശങ്കകൾ പങ്കുവച്ചോ? ഇല്ല, ആശങ്കകൾ ഇത്തരത്തിലുള്ള ആശങ്കകളൊന്നും പിന്നെ തന്നെ ഏൽപ്പിച്ച കാര്യം താൻ ചെയ്യുക, ഞാൻ എൻ്റെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ അടുപ്പം ഈ സർക്കാരുമായിട്ട് ഇല്ലേ? അതിപ്പോൾ ഞാനെങ്ങനെ അത് പറയുന്നു? അങ്ങേക്കത് ഫീൽ ചെയ്തിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ? ഇല്ല, അങ്ങനെ ഞാൻ അല്ല, പ്രസ്താവനകൾ വായിക്കുന്നുണ്ട് അങ്ങനെ തോന്നുമെങ്കിലും അത്തരത്തിൽ അദ്ദേഹം ഈ സർക്കാരുമായിട്ട് അടുപ്പം കാണിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഈ KPCC പുനഃസംഘടനയിൽ കെ സുധാകരനെ മാറ്റിയിട്ട് അതിനു പകരം ഒരു ഈഴവ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് താങ്കളെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. താങ്കളുടെ ഈ ഒരു ടോക്കൺ അപ്പോയിൻമെന്റിലൂടെ ഈഴവ കമ്മ്യൂണിറ്റി അട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ടോ? എന്നെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി ജോലികൾ ഈ പാർട്ടിക്ക് വേണ്ടി നിറവേറ്റുക. എന്നെ ഒരു ചുമതല ഏൽപ്പിച്ചു. ആ ചുമതല ഏറ്റതനുസരിച്ച് പാർട്ടിക്ക് വേണ്ടി ഞാൻ UDF എന്നുള്ളതല്ല, ആദ്യം പാർട്ടിക്ക് വേണ്ടി ഞാൻ പരമാവധി ജോലി ചെയ്യുകയും അത് UDFന് അനുകൂലമായി കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യനെ പ്രസിഡന്റ് ആക്കുക, ഒരു ഈഴവനെ UDF കൺവീനർ ആക്കുക, ഒരു മുസ്ലിമിനെ അവിടെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കുക, ഇതിലൊരു പ്രശ്നം തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചേ, ഇതിപ്പോൾ ഒരു ക്രിസ്ത്യൻ പ്രസിഡന്റ് വന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ ചോദ്യം ചോദിക്കുന്നത്. അതേസമയം നേരത്തെ 3 പ്രാവശ്യവും ഈഴവ പ്രസിഡന്റുമാർ 3 കൽപ്പന സാർ ഉൾപ്പെടെയുള്ള ഇത് എടുക്കുകയാണെങ്കിൽ എത്രയോ പ്രാവശ്യം പിന്നെ ഈഴവ പ്രസിഡന്റുമാരായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഈ SNDPയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി, ഞാൻ വെള്ളാപ്പള്ളിയുടെ അല്ല, അതിന് മുമ്പ് രാഘവൻ സാറായാലും ഗോവിന്ദൻ സാറൊക്കെ ആയാലും അവരെല്ലാവരും ഈ കോൺഗ്രസിനോടും UDFനോടും ഒക്കെ ഒരു അനുകൂല സമീപനം എടുക്കുകയും പലപ്പോഴും SNDPയുടെ അണികളെന്ന് പറയുന്നവർക്ക് ഒരിടത് മനസ്സുണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇപ്പം കാലങ്ങൾ കഴിയുമ്പോഴത്തേക്ക് SNDP യോഗത്തിൻ്റെ നേതൃത്വം തന്നെ എങ്ങനെയാണ് ഈ UDFുമായിട്ട് ഇത്രയും അകൽച്ച വരുന്നത്? അല്ല, അതിപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഒരു അങ്ങനെ മറുപടി പറയാൻ പറ്റില്ല. അതൊക്കെ കാലാകാലങ്ങളിലുണ്ടാകുന്ന ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരൊക്കെ എന്തെങ്കിലും ചിന്ത അത്തരത്തിൽ കൊണ്ടുപോകുന്നത്. അല്ലാതെ ഒരു സമുദായ നേതാവ്, ഞാനത് ആദ്യം സൂചിപ്പിച്ചു, ഒരു സമുദായ നേതാവ് ഇപ്പോൾ പോയി കണ്ടു എന്ന് കരുതി ഇപ്പോൾ കാണാതിരുന്നാൽ പറയും ഇന്ന ആളിനെ കണ്ടില്ല. ഇപ്പം ഞാൻ ഇതായതിനു ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഞാൻ NSSൻ്റെ ജനറൽ സെക്രട്ടറി ഞാൻ കാണാൻ പോയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പോയി വെള്ളാപ്പള്ളിയെ കണ്ടു. ഇങ്ങനെ ഓരോ ആളുകളെയും കാണുക എന്ന് പറയുന്നത്, അവരെ പോയി കാണുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാന്യതയ്ക്ക് യോജിച്ച ഒരു കാര്യം എന്നുള്ള നിലയിൽ അവരെയൊക്കെ കാണുക, അവരെ കണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അല്ലെങ്കിൽ അതിനവസരം
കിട്ടിയിരിക്കുന്നു എന്ന് പറയുക, അത്രയേ ഉള്ളൂ. നമ്മൾ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്ഥിതി എടുത്ത് ജിയോഗ്രഫി എടുത്ത് നോക്കിയാൽ ഈ തൃശ്ശൂരിൽ നിന്ന് തെക്കോട്ട് നമ്മൾ നോക്കിയാൽ കോൺഗ്രസിൻ്റെ MLA-മാരെന്ന് പറഞ്ഞാൽ ഈ വിരലുകളിൽ എണ്ണാവുന്ന മാത്രമേ ഉള്ളൂ. പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ 0-ആണ്, തൃശ്ശൂർ 1-ആണ്, പിന്നെ തിരുവനന്തപുരത്ത് 1-ആണ്, കൊല്ലത്ത് 2-ആണ്. ഇങ്ങനെയാണ് ഈ കണക്കുകൾ പോകുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു വിഭാഗം കോൺഗ്രസിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ വോട്ട് ചെയ്യപ്പെടേണ്ട ഒരു വലിയ കോൺഗ്രസ് വിഭാഗം എന്ന് പറയുന്നത് ഒരു വലിയ ഈഴവ സമുദായത്തിൽ നിന്നും പെടുന്നവരാണ്. ആ സമുദായത്തെ പാടെ അവഗണിച്ചുകൊണ്ടാണ് ഈ ഒരു നിലപാട് വന്നിരിക്കുന്നത്. ഇതെങ്ങനെ കോൺഗ്രസിനെ സഹായിക്കുമെന്നാണ് കരുതുന്നത്? അല്ല, ഞങ്ങളിപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾ ആലോചിക്കുന്നത് ആരെയും പുറത്ത് മാറ്റി നിർത്തുക എന്നുള്ളതല്ല, അവരെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്ന് അവർക്കൊക്കെ വേണ്ട തരത്തിലുള്ള അംഗീകാരം കൊടുത്തുകൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഈ ഒരു കാര്യം വരുന്നുണ്ട്, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൂടെയൊക്കെ തന്നെ എല്ലാവരും വരണം. അല്ലാതെ ഒരു വിഭാഗം, ഇപ്പം ഞാൻ പിന്നെ മന്ത്രിയായിരിക്കുന്ന സമയം, അല്ല 2011 ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അല്ല 11 16 വന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ഒറ്റയാളേ ഉള്ളൂ. 2019 ഞാൻ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഒരാൾ പോലും നിയമസഭയിൽ ഈഴവ കമ്മ്യൂണിറ്റി ഇല്ല. ഇപ്പോൾ ഒരാളേ ഉള്ളൂ, ബാബു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2021 വന്നപ്പോൾ ബാബു മാത്രമാണുള്ളത്. പാർലമെന്റിൽ 2 പേരേ ഉള്ളൂ, ബാബു മാത്രമാണുള്ളത്. അപ്പോൾ അത് എന്ന് പറയുന്നത് അതിനകത്ത് വേണ്ട തരത്തിൽ അത് പാർട്ടി ഒരു അംഗീകാരം കൊടുക്കണം. കൊടുത്ത് ഇത്തരം ആളുകൾക്ക് ഇപ്പോൾ ആർ ശങ്കറിൻ്റെ കാലഘട്ടം എടുക്കുക. ആർ ശങ്കറിൻ്റെ കാലഘട്ടം എടുക്കുക എന്ന് പറയുമ്പോൾ ആർ ശങ്കർ അന്ന് പ്രവർത്തിച്ച ഒരു കാലഘട്ടമുണ്ട്. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അന്ന് ഈഴവ കമ്മ്യൂണിറ്റിയെയും ഇതിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കും വേണ്ടുന്ന അവസരം ഒരുക്കി കൊടുത്ത്, അങ്ങനെയാണല്ലോ ഒറ്റയ്ക്ക് അന്ന് അന്ന് UDF ഇല്ല, അന്ന് ഘടകകക്ഷികളാരുമില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് അന്ന് ഇവിടെ 57 മന്ത്രിസഭ പിരിച്ചുവിട്ടതിന് ശേഷം ഉള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹമാണല്ലോ ആദ്യം മുഖ്യമന്ത്രി ആകേണ്ടത്. പക്ഷെ അന്ന് കൂടെ ഉണ്ടായിരുന്ന PSPയുടെ മുഖ്യമന്ത്രി വന്നു എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു മുഖ്യ സംഘാടകനായിട്ട് അന്ന് നിന്നത് ആർ ശങ്കറാണ്. ആർ ശങ്കർ കാണിച്ചു തന്ന പല പാതകളുമുണ്ട്, പഠിച്ചെടുക്കാനുള്ള പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഈ അങ്ങ് പറയുന്ന ഇതേ നമ്പേഴ്സ് വെച്ച് നമ്മളൊരു സമുദായത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്നാൽ അവരെന്ത് വിശ്വസിച്ചാണ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യേണ്ടത്? അടൂർ പ്രകാശിൻ്റെ ചരിത്രം അവരുടെ ഫ്രണ്ടിലുണ്ട്. അല്ല, അത് എങ്ങനെ വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടത് വിശ്വാസം അവരിൽ അർപ്പിക്കണം. അവർ തിരിച്ചും അതുപോലെ വിശ്വാസം അർപ്പിക്കണം. വിശ്വാസം അർപ്പിക്കുക എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് അവർക്കും അവസരം ഉണ്ടാകണം. ആ അവസരം ഉണ്ടാക്കുക, ആ അവസരം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും, മതിയായ പ്രാതിനിധ്യം നൽകുക. അതെ. ഈ കോൺഗ്രസിന്റെ തുടർച്ചയായ ഉള്ളൊരു അവഗണനയായിരിക്കും ഈഴവ കമ്മ്യൂണിറ്റിയെ CPM-ലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ പറയാൻ പറ്റില്ല. വളരെ കാലാകാലങ്ങളിലുള്ള അവഗണന വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടാകും. SNDP ജനറൽ സെക്രട്ടറി പറഞ്ഞിരുന്നു ഈ UDF കൺവീനർ സ്ഥാനം ഒരു വലിയ സംഗതിയല്ല. ഞാനും പറഞ്ഞിട്ടില്ല. താങ്കളൊരു ഈഴവ റെപ്രസെന്റേറ്റീവ് ആയിട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അല്ല, ഈഴവ റെപ്രസെൻറ്റേറ്റീവ് ആയി ഞാൻ ഈഴവരായി പോയതുകൊണ്ടല്ലേ നിങ്ങൾ ഈ പറയുന്നത്. എൻ്റെ ഈഴവ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് UDF കൺവീനർ ആക്കിയതെന്ന് എനിക്ക് വിശ്വാസമില്ല. അതോടെ പറയാം. അതെന്തും ആയിക്കോട്ടെ. എന്നെ UDF കൺവീനർ എന്നുള്ള നിലയിൽ ചുമതല ഏൽക്കാൻ എന്നോട് പറഞ്ഞത് ഞാൻ ഒരു ഈഴവനായിപ്പോയി എന്നുള്ളത് കൊണ്ടാക്കിയെന്ന് എനിക്കൊരു വിശ്വാസമൊന്നുമില്ല. അപ്പൊ അതിനൊരു റോൾ, താങ്കളുടെ കമ്മ്യൂണിറ്റി ബാക്ക്ഗ്രൗണ്ടിന് ഒരു റോളും ഇല്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ അങ്ങനെ പറയുന്നില്ല. എല്ലാ കമ്മ്യൂണിറ്റിക്കും അവരുടേതായ റോൾ ഉണ്ടാകും. അവരുടേതായ റോൾ ഉണ്ടാകുന്നുണ്ട്. ഒരു പാർട്ടിക്കകത്ത് എടുക്കേണ്ട തീരുമാനങ്ങൾ, ആ തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന് യുക്തമായ നടപടികളാണ് ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ എന്നെ ഇപ്പോൾ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നത് ഈഴവനായി പോയി എന്നുള്ളത് കൊണ്ടാണെന്നൊന്നും വിശ്വാസമൊന്നും എനിക്കില്ല.
കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനം. ആ ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസ്സിന് എപ്പോഴും ഓരോ കാര്യങ്ങൾക്കും അഭിപ്രായങ്ങളുണ്ടാകാം. അത് ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്. ആ മുൻതൂക്കം കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ഇഴവനായി പോയി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പേരിൽ കിട്ടി എന്ന് പറയുന്നത് അർത്ഥമില്ല. അതുകൊണ്ട് മാത്രമല്ല, പക്ഷെ അതുകൊണ്ട് കൂടിയാണ് അല്ലേ ഏത് എനിക്ക് കിട്ടിയതോ? ഞാൻ അങ്ങനെ കാണുന്നില്ല. അതിന് യാതൊരു റോളും ഇല്ല. ഒരിക്കലും ഇല്ല. അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ, അതിനൊരു റോളില്ല. ഏത് അല്ല, ഈഴവ കമ്മ്യൂണിറ്റി എന്നാണോ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന ആളിനെ കൊടുക്കണമെന്നോ? ഇല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് എല്ലാ കമ്മ്യൂണിറ്റിക്കും നല്ല റെപ്രസെന്റേഷൻ കൊടുത്ത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു പുനഃസംഘടനയാണ്. അത് തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനകത്ത് തെറ്റില്ലല്ലോ. റെപ്രസെന്റേറ്റീവായിട്ട് താങ്കളെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലല്ലോ. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, എന്നെ ഏതെങ്കിലും ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ ഇത്രയും നാൾ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് അതിനൊരു അവസരം തന്നു, അത്രയേ ഉള്ളൂ. കിട്ടേണ്ടത് തന്നില്ല. അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഏൽപ്പിച്ച ജോലി തൃപ്തിയായി ഞാൻ കൊണ്ടുപോകും. ഇതില് പറയുമ്പോൾ ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ അതങ്ങ് വിടുന്നേ, അദ്ദേഹത്തെ എന്തിനായി വെള്ളാപ്പള്ളി നടേശൻ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഉന്നയിക്കുന്നതാവാം. പക്ഷെ അതിനോട് കോൺഗ്രസിന്റെ സമീപനം എന്ന് പറയുന്നത് ഒരു അനുകൂല സമീപനമല്ല. പക്ഷെ നമ്മളൊരു ചരിത്രം എടുത്ത് നോക്കിയാൽ അങ്ങ് മന്ത്രിയൊക്കെ ആയിരിക്കുന്ന സമയത്താണ് സുകുമാരൻ നായർ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് ഒരു നായർ താക്കോൽ സ്ഥാനത്ത് വേണമെന്ന് പറയുകയും ആ നായർ ഉടൻ തന്നെ താക്കോൽ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. ഈ ഒരു വ്യത്യാസം ഇല്ലേ? എനിക്ക് അതിന് മറുപടി ഇപ്പം പറയാൻ പറ്റത്തില്ല. എന്താണ് ചോദിച്ചതെന്നുള്ളത് എനിക്ക് പിടികിട്ടിയില്ല. എങ്കിലും അതൊക്കെ ഓരോ സമയത്തും ഓരോ ആളുകളും അവരുടേതായ കാഴ്ചപ്പാട്, കാര്യങ്ങൾ പലതും പറയും. നേതൃത്വം അത് സമുദായ നേതാക്കന്മാരാകാം. ആ സമുദായ നേതാക്കന്മാർ അവരുടെ അഭിപ്രായങ്ങൾ പറയും. അതുകൊണ്ട് ഇന്നതാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. ഒരിക്കലുമില്ല. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ജനറൽ സെക്രട്ടറി മുമ്പൊരിക്കലും കുലംകുത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അത് എന്തിനു വേണ്ടിയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഈഴവ കമ്മ്യൂണിറ്റിക്ക് ആവശ്യത്തിന് റെപ്രസെന്റേഷൻ കിട്ടിയെന്നാണോ താങ്കൾ കരുതുന്നത്? ഈഴവ കമ്മ്യൂണിറ്റിക്ക് അന്ന് എന്തിനാ ഏറെ പറയുന്നു, ഈ ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ഏക ആൾ ഞാൻ മത്സരിക്കാൻ പാടില്ല എന്ന് പോലും പറഞ്ഞ ആളുകളുണ്ട് തെരഞ്ഞെടുപ്പിൽ. അല്ല, തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് MLA ആയിരിക്കുന്ന സമയത്ത് എനിക്ക് സീറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് പോലും പറഞ്ഞ ആളുകളുണ്ട് പാർട്ടിക്കുള്ളിൽ. അത് അന്ന് ഉമ്മൻചാണ്ടി ഇടപെട്ടാണ് അത് പരിഹരിച്ചതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, അത് സത്യമാണ്.